له وأشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله سبحانك لا علم لنا إلا ما علمتنا ولا معرفة إلا ما ألهمتنا إنك أنت العليم الحكيم. أعوذ بالله من الشيطان الرجيم بفضل بسم الله الرحمن الرحيم. إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون. صدق الله مولانا العظيم. قال النبي صلى الله عليه وسلم إنكم سترون ربكم كما ترون القمر ليلة البدر. قال نبينا وحبيبنا رسول الله صلى الله عليه وسلم يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم وعلم أمة محمد صلى الله عليه وسلم. പൊറുക്കന്റെ പാവമോ സയ്യിദി വെറുക്കാതെ പൊറുക്കുന്നവൻ ആരുണ്ട് നീ അല്ലാതെ. ഇഹലോക ആർഭാടങ്ങൾ എന്നെ വലച്ചതാ നഫ്സന്ന ഉന്തി തള്ളിവിട്ടു ചതിച്ചതാ. അല്ലാതെ ധിക്കരിച്ചല്ല റബ്ബേ നിന്നെ അതുകൊണ്ട് ആട്ടരുതിലാഹേ എന്നെ. വേദിൽ ഉപവിഷ്ടരായ ബഹുന്ദരായ പണ്ഡിത മഹത്തുക്കളെ, വിശിഷ്ട അതിഥികളെ, സംഘാടകരെ, എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, ഉമ്മമാരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, മുതഅല്ലിമീങ്ങളെ, അള്ളാഹു നമ്മളുടെ ഒരുമിച്ച് കൂടൽ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സർവ്വ അപരാധങ്ങളും അള്ളാഹു അവൻ്റെ കരുണ കൊണ്ട്, അവൻ്റെ ഔദാര്യം കൊണ്ട്, ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട്, അള്ളാഹു മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു പുറത്തു മാപ്പാക്കി തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, നാം സ്നേഹിച്ചവർ, നമ്മെ സ്നേഹിച്ചവർ, നമ്മളെ സഹായിച്ചവർ, വിശേഷ നമ്മുടെ ഉസ്താദന്മാർ, അള്ളാഹു എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, കൂടുതൽ ആമുഖങ്ങൾക്കോ വിശദീകരണങ്ങൾക്കോ ഒന്നും ഞാൻ കടക്കുന്നില്ല. അൽഹംദുലില്ലാ, വളരെ സന്തോഷം. നിങ്ങളുടെ നാട് കാണാനും നിങ്ങളുടെ നാട്ടിൽ വന്ന് വഅദ് പറയാനും അവസരം നൽകിയ അള്ളാഹുവിനെ ഞാൻ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാ. അപ്പൊ അതുകൊണ്ട് സമയം വളരെ ഇപ്പൊ തന്നെ ഏകദേശം 9:45. കഴിഞ്ഞ 22-ാം തീയതിയാണ് ഡേറ്റ് കൊടുത്തിരുന്നത്. ചില കാരണങ്ങളാൽ
ചില സാങ്കേതിക കാരണങ്ങളാൽ ആ പരിപാടിയിൽ ഒഴിവാക്കേണ്ടി വന്നു. അൽഹംദുലില്ലാഹ് എനിക്ക് നാളെ തിരുവനന്തപുരത്താണ് പരിപാടി. ഇന്നത്തെ ഈ വയല് കഴിഞ്ഞ് രാവിലെ 4:30 കണ്ടാണ് എനിക്ക് കണ്ണൂരിൽ നിന്ന് ട്രെയിന്. അപ്പോൾ എനിക്ക് ഈ വയല് കഴിഞ്ഞ് കണ്ണൂർ വരെ എത്തേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് സമയം പാഴാക്കുന്നില്ല. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. സ്റ്റേജിലിരിക്കുന്ന ഉസ്താദന്മാരും ഒരുപാട് പേരുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ അത്ഭുതം. നിങ്ങൾക്ക് മലയാളം, ഞാൻ ഉസ്താദിനോട് മലയാളം അറിയൂ. മംഗലാപുരം കഴിഞ്ഞ് കുറച്ചുകൂടി ഇങ്ങോട്ട് ഉടുപ്പിയിലുള്ളവർക്കൊക്കെ മലയാളം അൽഹംദുലില്ലാഹ് നിങ്ങൾക്കൊക്കെ മനസ്സിലാകുമെന്ന് കരുതുന്നു. അൽഹംദുലില്ലാഹ് മുത്തഅല്ലിം അല്ലാഹു ആ പൊന്നുമോൻ സമസ്തയെ വല്ലാതെ നെഞ്ചിലേറ്റുന്ന ചെറുപ്പക്കാരനാണ്. അല്ലാഹു അൽഹംദുലില്ലാഹ് ആ കുട്ടിക്ക് അല്ലാഹു നാഫിയായ ഇൽമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ്റെ ഉമ്മാനെ ഉപ്പാനെയും സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മകനായി അല്ലാഹു ഇവരെയും നമ്മളെല്ലാവരെയും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പൊ അതുകൊണ്ട് നിങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് അവസാനം വരെ ഇരിക്കൂലേ? എല്ലാവരും എഴുന്നേറ്റ്. ഞാനിപ്പോൾ എങ്ങോട്ട് നോക്കി വഴുത് പറയണമെന്ന്. ഈ സ്റ്റേജ് കാണുമ്പോൾ എനിക്ക് 60ാമത് വാർഷികത്തിന് 2 ദിവസം മുമ്പ് കൊല്ലം ജില്ലയിൽ ഞങ്ങൾ ഇതുപോലൊരു സ്റ്റേജ് കെട്ടി. 60ാം വാർഷികത്തിന് എൻ്റെ പ്രിയപ്പെട്ടവരെ കൊല്ലം ജില്ലയിൽ ഇതിനേക്കാളും വലുത്, അതിനകത്ത് 100-350 പേർക്ക് ഇരിക്കാൻ പറ്റുന്നത്. അപ്പം അതേപോലെ ഏകദേശം അത്രയ്ക്കും നീളമുള്ളൊരു സ്റ്റേജ്. അപ്പം അതുകൊണ്ട് ഇങ്ങനെ ബഹറ് പോലെ കിടക്കുന്നു. അപ്പം ഇൻഷാ അല്ലാഹ് എല്ലാവരും എഴുന്നേക്കറോ? ഇൻഷാ അല്ലാഹ് എല്ലാവരും എഴുന്നേറ്റ്. എല്ലാവർക്കും സുഖമൊക്കെ അല്ലേ? നിങ്ങളൊക്കെ ആ കസേര ഈ കമ്പിയുടെ അടുത്തോട്ടൊന്ന് കൊണ്ടുവന്ന എല്ലാവരും നിങ്ങളെടുത്തിരുന്നോളൂ. ഇങ്ങോട്ട് കയറിയിരുന്ന എല്ലാവരും. ആ സൈഡിൽ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഇങ്ങോട്ടിരുന്നേ. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ ഇങ്ങനെ കയറിയിരിക്കുക. ആ പുറകിൽ നിൽക്കുന്ന ആൾക്കാർ കുറച്ചുപേര് ഇപ്പുറത്തോട്ട് കയറിയിരുന്ന ഈ സൈഡ് മാത്രം നോക്കി നിൽക്കാൻ പറ്റൂലല്ലോ. അപ്പൊ എല്ലാവരും കയറിയിരിക്കും ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. എൻ്റെ പുറത്ത് നിൽക്കുന്ന സഹോദരങ്ങൾ, ഈ സംഘാടകരുൾപ്പെടെ ഒരാളും പുറത്തു നിൽക്കരുത്. എല്ലാവരും കയറി. അൽഹംദുലില്ലാഹ്. ഇങ്ങോട്ട് വാ. സ്ക്രീനിൽ കാണുന്നതിനേക്കാളും നല്ലപോലെ ഇവിടെ കാണാൻ വന്നോ. ഇങ്ങോട്ട് കയറിക്കും ഇൻഷാ അല്ലാഹ്. കുറെ സ്ക്രീനും. ഇനി ആ പുറത്തു നിൽക്കുന്ന ചങ്ങാതിമാരൊക്കെ മക്കളെ അല്ലാഹ് തരുന്ന ഒരു അവസരം സ്വർഗത്തിൽ ഇരിക്കാൻ ഇനി ഇപ്പൊ കിട്ടുമെന്ന് വെച്ചാൽ അല്ലാഹു അഅലം. അതുകൊണ്ട് പെട്ടെന്ന് എല്ലാവരും കയറിക്കുക. അൽഹംദുലില്ലാഹ്. സംഘാടകരുൾപ്പെടെ എല്ലാവരും, ഇതിന്റെ സംഘാടക എല്ലാവരും നിങ്ങളൊക്കെ കസേര ഇട്ട് ഒരാൾ പോലും നിൽക്കരുത്. എല്ലാവരും ചങ്ങായി മോനെ ഡാ ആ ചങ്ങായി വിളിച്ചപ്പോ അവിടെ ഇരുന്നു. ഇവിടെ ആരും ഇല്ലല്ലോ. നീ ഇരുന്നു. ഇൻഷാ അല്ലാഹ്. ഇവിടെ എല്ലാരും കയറിക്കും. VIP ഒന്നും ഇല്ല. എല്ലാരും ആ പുറത്തേക്കണങ്ങ എല്ലാം ഇങ്ങോട്ട് കയറിക്കും. ഇങ്ങോട്ട് വാ. ഇൻഷാ അല്ലാഹ്. കുറച്ച് ആൾക്കാർ ഇങ്ങോട്ട് കയറിക്കും. എല്ലാരും കയറിയിരുന്നു. നമ്മളൊക്കെ സമന്മാരാ. അൽഹംദുലില്ലാഹ്. വാ എല്ലാരും കയറിക്കും. അൽഹംദുലില്ലാഹ്. ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി ഒരുപാട് ഇതിന്റെ സംഘാടകരൊക്കെ പെർമിഷൻ കിട്ടുന്നതിനൊക്കെ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു. അൽഹംദുലില്ലാഹ്. ഇവിടെ അതിന്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് ഓടി നടന്ന അവസാന സമയമാണ്. അൽഹംദുലില്ലാഹ്. അതിനുവേണ്ടി 2 ഉദ്യോഗസ്ഥന്മാര്, തഹസീൽദാറും അതുപോലെ തന്നെ SP എങ്ങാണ്ടൊക്കെയാണ് കൊടുത്തത്. അൽഹംദുലില്ലാഹ്. അല്ലാഹു അവർക്കൊക്കെ ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് കേറ് ചങ്ങായിമാരെ. അപ്പൊ അൽഹംദുലില്ലാഹ് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഉറക്കപ്പറ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് അവസാനം വരെ ഇരിക്കൂലേ? എവിടെ പോകാനായില്ലേ? അതേ ഞാനും ചോദിക്കണേ. ഇനിയിപ്പോ നമ്മളൊക്കെ എങ്ങോട്ട് പോകാനാ അതറിയില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഇനി എങ്ങോട്ട് പോണോന്ന് വെച്ചാ എല്ലാരും വല്ലാത്ത ഭയത്തിലെ. എങ്ങോട്ട് പോണോന്ന് ആർക്കറിയില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, പൗരത്വ ബില്ലൊക്കെ പാസ്സാക്കി അതിന്റെ വിഷയത്തിലൊക്കെ വലിയ പ്രകടനങ്ങളും പ്രതിഷേധങ്ങളൊക്കെ ഇങ്ങനെ നടക്കാൻ. നാളെ അൽഹംദുലില്ലാഹ് മൂടുബിദ്രയിലല്ലേ നാളത്തെ പരിപാടി? അൽഹംദുലില്ലാഹ്. ഇന്നിപ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, നാളെ ഇൻഷാ അല്ലാഹ് മൂടുബിദ്രയിൽ അതുമായി ബന്ധപ്പെട്ട പരിപാടികൾ നടക്കുന്നുണ്ട്. എല്ലാവരും ഇൻഷാ അല്ലാഹ് അതിൽ പങ്കെടുക്കണം. അല്ലാഹു നമുക്കൊക്കെ ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, പൗരത്വ ബില്ലൊക്കെ പാസ്സാക്കി നിങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നങ്ങളൊക്കെ തന്നെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട്, ചില ആൾക്കാരൊക്കെ വീടിന്റെ പണിയൊക്കെ നിർത്തി. ഇനിയിപ്പോ എന്തിനാ പണിയണേന്ന് ചിന്തിക്കണേ. വലിയ വീട് പണിതുകൊണ്ടിരുന്ന ആൾക്കാരൊക്കെ പണി നിർത്തി, ബിൽഡിങ്ങുകളൊക്കെ നിർത്തി. കാരണം എന്താ ഉസ്താദ്, ഇതൊക്കെ പണിതിട്ട് വല്ലവനും കൊടുക്കുന്നതിനേക്കാളും നല്ലത് പണിയാതിരിക്കലല്ലോ, ഉള്ള പൈസ കളയണ്ടല്ലോ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ ബില്ല് പാസ്സാക്കിയത് നടപ്പിലാക്കാനല്ല. അതാ മനസ്സിലാക്കണ്ടേ. ഇതിനകത്ത് ഒരുപാട് അജണ്ടകളുണ്ട്, ഒന്നും ഞാൻ നിഷേധിക്കുന്നില്ല. എങ്കിലും ഈ ബില്ല് പാസ്സാക്കുമ്പോൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച
ആ വലിയ ബുദ്ധിയുണ്ടെന്ന് പറയുന്ന മഹാന്മാര് ചിന്തിക്കുന്നത് ഇത് നടപ്പിലാക്കലല്ല, മുസ്ലിം ഉമ്മത്തിനെ ഭയപ്പെടുത്തുക എന്നതാണ് അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ പേടിപ്പിക്കുക. അതുകൊണ്ട് തന്നെയാണല്ലോ പടച്ചവനെ ഉമ്മാടെ വയറ്റിൽ നിന്ന് പുറത്തോട്ട് വന്നപ്പോൾ ഒരു ചെവിയിൽ ഭാഗം കൊടുത്തു, മറ്റേ ചെവിയിൽ ഇക്കാമത്തും കൊടുത്തു. എടാ സിറാജൻ മരിച്ച പെട്ടെന്ന് കൊണ്ടുപോയി കബറടക്കണം, ഇത് വിളിക്കാൻ പോലും സമയമില്ല എന്ന് പഠിക്കാനാ ബാങ്ക് ഇക്കാമത്തും കൊടുത്തേ. നമ്മളെയാണ് ഇതൊക്കെ കാണിച്ചിട്ട് ഇവര് ഭയപ്പെടുത്താൻ നോക്കുന്നത്. പിന്നെന്തെന്നറിയോ, ഇവര് പറയുന്നത് ഇന്ത്യ മഹാരാജ്യത്തിന്റെ പല സംസ്ഥാനങ്ങളിലും നമ്മളെ കൊണ്ട് അടച്ചിടാനുള്ള ജയില് പണിയുന്നെന്നാ പറഞ്ഞേ. ഈ ജയിലിനെ കുറിച്ച് പറയുമ്പോൾ പറയുന്നു ചെറിയ റൂമാണ്, അതിനകത്ത് കൊണ്ടുപോയി നമ്മളെ അടച്ചിടുമെന്ന്. പൗരത്വമില്ലാത്ത ആൾക്കാരെ കൊണ്ടുപോയിട്ട് ആ ചെറിയ ജയിലിന്റെ അകത്ത് കൊണ്ടുപോയിട്ട് നമ്മളെ കൊണ്ടുപോയി അതിനകത്ത് അടച്ചിടുമെന്നൊക്കെ ഇങ്ങനെ വാട്സപ്പിലും അവിടെ ഇവിടെയൊക്കെ കാണാം. പൊട്ടന്മാരിത് ആരോടാ പറയണേ? നമ്മളോട്. അതാ എനിക്ക് സംഭവം, എനിക്ക് അത്ഭുതം. ഇത് ആരോടാ പറയണേ? മുസ്ലിം ഉമ്മത്തിനോട്. എടാ സ്വന്തം വാപ്പ, നമ്മൾ കബറ് കാണുന്നവരല്ലേ? പള്ളിപ്പറമ്പിലെ കബറിമാർ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് പറയോ? മഹാനായ തഴവ ഉസ്താദിന്റെ ബൈത്തിൽ കാണാം, കബറിന്റെ ആഴം സോദരാ നീ നോക്ക്, അതിൽ മെല്ലെ നിന്നെ ഇറക്കലും ഒന്നോർക്ക്, ഇതുപോലെ ജീവിതകാലമിൽ ഒരുക്കുണ്ട്, കുടുസായതും കണ്ടിട്ടുമുണ്ടോ പണ്ട്. പള്ളിപ്പറമ്പിലെ കബറ് ഇവന്മാരാരെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവന്മാര് ജയിലിനെ കുറിച്ച് നമ്മളോട് പറയില്ല. എടാ സ്വന്തം ഉമ്മാനെ, സ്വന്തം നൊന്തു പ്രസവിച്ച മാതാവിനെ, ജന്മം നൽകിയ വാപ്പാനെ കൊണ്ടുപോയിട്ട് പള്ളിപ്പറമ്പിലെ ഒരു ചെറിയ കുഴിക്കകത്ത് നേരെ തിരിഞ്ഞടക്കാൻ പറ്റണില്ല. ആ കുഴിക്കകത്ത് ഇറക്കി കിടത്തിയിട്ട് പലകയെടുത്ത് നിരത്തിയിട്ട് അതിന്റെ മുകളിൽ പടച്ചോന ഉള്ള മണ്ണെല്ലാം കൂടെ വെട്ടിയിട്ടിട്ട് 2 ചെടിയും നട്ടിട്ട് പോണ നമ്മളോടാ പറയണേ ജയിലിൽ കൊണ്ടിടുമെന്ന്. ആലോചിക്കേ, ആരോടാ ഇത് പറയണേ? ഈ അവസാനം ഈ കബറിന്റെ ചാരത്തുനിന്ന് പിരിയുമ്പോ നമ്മൾ പറയണ ഒരു സലാമുണ്ട്, അതിന്റെ അർത്ഥമെങ്കിലും ഇവന്മാര് പഠിച്ചാൽ മതിയായിരുന്നു. നമ്മൾ പള്ളിപ്പറമ്പിൽ പോയിട്ട് അവസാനം ഖബർസ്ഥാൻ കാണുമ്പോ നമ്മൾ എന്താ പറയണ? അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമുൽ മുഅ്മിനീൻ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖു. എന്താ ഇതിന്റെ അർത്ഥം? എന്താ? സമയം കിട്ടുമ്പോ ഇമാരൊക്കെ ഇതൊക്കെ ഒന്ന് വായിച്ചു പഠിക്കേണ്ടതാ. എന്തേ പറയണേ? വാപ്പാന്റെ ഖബറിന്റെ ചാരത്ത് എന്നിട്ട് പറയാം അസ്സലാമു അലൈക്കും വാപ്പാ, ഇൻഷാ അല്ലാഹ് ഞാൻ ഇങ്ങോട്ട് തന്നെയാ വരണേന്ന്. വാപ്പാടെ പള്ളിപ്പറമ്പിൽ പോയി നിന്ന് ഖബറിന്റെ ചാരത്ത് പോയി നിന്നിട്ട് നമ്മൾ എല്ലാ ദിവസവും വെള്ളിയാഴ്ചയും എപ്പോ പള്ളിയിൽ പോയാലും ഖബർസ്ഥാന് കാണുമ്പോ നമ്മൾ പറയുന്നത് വീടും പറമ്പും ഒന്നുമല്ല, അവസാനം ഇങ്ങോട്ട് തന്നെയാ വരണേ, ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ വരുമെന്ന് ഖബർ നോക്കിയിട്ട് പറയണ നമ്മളോടാ ബില്ല് കാണിച്ചിട്ട് പേടിപ്പിക്കാൻ നിൽക്കണേ. അള്ളാഹു അവന്മാര് പേടിക്കാതിരുന്നാ മതിയായിരുന്നു. എന്തൊക്കെ അത്രയേ ഉള്ളൂ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയുന്നു, നമ്മൾ ഒരുത്തനെയും ഭയപ്പെടരുത്. അല്ല ഉണ്ടല്ലോ നമ്മുടെ കൂടെ. ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ആ 2 ചെറുപ്പക്കാരുടെ വീട്ടിൽ പോയിട്ടാ വരണേ, ആ 2 ശുഹദാക്കളുടെ വീട്ടിൽ പോയിട്ടാ വരണേ. അള്ളാഹുവേ പടച്ചവനെ, ആദ്യം പോയ വീട്ടിൽ ഒരു ചെറുപ്പക്കാരൻ, അവന്റെ മകനുണ്ട് മകളുണ്ട്, 2 ചെറിയ കുട്ടികള്. ആ മക്കളോട് വെച്ചു, മക്കളെ നിങ്ങൾ എത്ര വലിയ ഭാഗ്യവാന്മാരാ. ഞാൻ അവരോട് പറഞ്ഞത്, ആ വീട്ടുകാരോട് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ വാപ്പ എത്ര വലിയ ഭാഗ്യവാനാ. 70 പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ അവസരം കിട്ടിയ ചങ്ങാതിയ. ഉസ്താമാർക്ക് കിട്ടും അത്. അള്ളാന്റെ ദീനിനു വേണ്ടി പോരാടി വീര്യമൃത്യം വരിച്ച ശുഹദാക്കൾക്ക് 70 പേരെ കൊണ്ടുപോകാം. ആലിമിന് 10 പേര്, ഹാഫിദിന് 40 പേര്. ഞാൻ പറഞ്ഞു, എത്ര വലിയ ഭാഗ്യം നിങ്ങളുടെ വാപ്പായ്ക്ക് അള്ളാഹ് കിട്ടിയ. മക്കൾ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, വാപ്പായ്ക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യേണ്ട, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിക്കൊള്ളാൻ. ഞാൻ അപ്പുറത്ത് മറ്റൊരു വീട്ടിൽ പോയപ്പോ ആ പിതാവ് ഇരുന്ന് കരയുകയാ. ഞാൻ ആ പിതാവിനോട് ചോദിച്ചു, ഇത്രയും കൊല്ലം ഒരു ഷഹീദിനെ വളർത്താൻ അള്ളാഹ് നിങ്ങൾക്ക് ഭാഗ്യം തന്നില്ലേ? അതിന് ശുക്ർ ചെയ്യും. ഒരു ഷഹീദിനെ വളർത്താൻ ഭാഗ്യം അള്ളാഹ് നൽകിയില്ലേ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊക്കെ ജീവിക്കണത് വെടികൊണ്ടാണെങ്കിലും വെട്ടുകൊണ്ടാണെങ്കിലും എവിടെ കിടന്നാണെങ്കിലും മരിക്കുമ്പോൾ ഈമാനോടുകൂടി മരിക്കണം. അത് മാത്രമേ ഒരു മുസ്ലിമിന് ആഗ്രഹമുള്ളൂ. നമ്മൾ അതിനു വേണ്ടിയാ ജീവിക്കുന്നത്. നമ്മൾ ആരെന്നറിയോ? ലോകത്ത് ഇന്ന് വരെ ആരെങ്കിലും നല്ല മരണം കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? നമ്മളല്ലാതെ ഈ ലോകത്ത് എവിടെയെങ്കിലും ആരെങ്കിലും അള്ളാഹുവേ നല്ല മരണം തരണേ അല്ലാ, വെള്ളിയാഴ്ച രാവിലെ മരിക്കണേ അല്ലാ, ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം തരണേ അല്ലാ, മുസ്ലിം അല്ലാതെ ലോകത്ത് വേറെ ഒരാൾ ഇന്ന് വരെ പ്രാർത്ഥിക്കുന്നത് കേട്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ നല്ല മരണം കിട്ടാൻ വേണ്ടി ദുആ ചെയ്യുന്നവരാ സഹോദരങ്ങളെ.
അതുകൊണ്ട് ഇവന്മാരുടെ ഓലപ്പാമ്പുകൾ കണ്ട് പേടിക്കാൻ നിന്നാ പിന്നെ പേടിക്കാനേ സമയം കാണത്തുള്ളൂ. ഉമ്മാടെ വയറ്റിൽ കിടന്നപ്പോഴേ അള്ള തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് പലതും. ഞാൻ എന്തൊക്കെ ചെയ്യണം, എൻ്റെ ജീവിതം എന്താ അള്ള തീരുമാനിച്ചു വെച്ചതാ. ഞാൻ അനുഭവിക്കണ്ടേ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ചോദിക്കുന്നുണ്ട്, അമ്മ ഹസിബത്തും മൻ തദ്ഖുലുൽ ജന്ന, നീയൊക്കെ കരുതിയ ഓസിന് പോകാൻ പറ്റണ സ്ഥലവാ സ്വർഗമെന്ന്? അല്ല ചോദിക്കാം, വാപ്പ 1951 പ്രമാണവും തെരഞ്ഞെടുക്കണ കാക്കാമാരോട് ഞാൻ ചോദിക്കാം, അല്ല പറഞ്ഞെന്തെന്നറിയോ? നീ ഓസിന് കയറി പോകാൻ പറ്റുമോ? സ്വർഗം എന്ന് പറയുന്നത് ഓസിന് കയറി പോകാൻ പറ്റുന്ന സ്ഥലമൊന്നും അല്ല. എന്തിനാ അബൂബക്കർ, ഒരുപാട് സഹാബത്തിന്റെ ചരിത്രം, ഒരുപാട് പ്രവാചകന്മാരുടെ ചരിത്രമൊക്കെ ഖുർആൻ പറഞ്ഞ എന്തിനാ? അള്ളാഹു അവരുടെ ശരീരത്തിലേക്ക് കുത്തിയിറക്കി പച്ചയിറച്ചി വലിച്ചെടുത്തു, കഴുത്ത് വെട്ടിമാറ്റി, കരളുമൊക്കെ ചവച്ചു തുപ്പി. ഇതൊന്നും വെറുതെ പറഞ്ഞല്ല. ഇതൊക്കെ നമ്മൾ ഒരു കാലത്ത് അനുഭവിക്കണം, എങ്കിലേ സ്വർഗം കിട്ടൂ. അല്ലാതെ രണ്ടുമാര് വടിയെടുത്തുകൊണ്ട് വരുമ്പോ പടക്കം പൊട്ടിക്കുമ്പോൾ ഓടുക. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയുക, നമുക്ക് പറയാനുള്ളത്, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒറ്റ ഒരു ഉപദേശം. ഈ പഴയ ആൾക്കാർ പറയും ശത്രുവിന്റെ ഉപദ്രവം ചില സമയത്ത് ഉപകാരമാകുന്ന. അൽഹംദുലില്ലാഹ്, ഈ മോഡി സാറിനെ കുറിച്ചും അല്ലെങ്കിൽ മോഡിയെ കൊണ്ടും അമിത്ഷായൊക്കെ കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണം ഉണ്ടായിട്ടുണ്ട്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ ആമീൻ പറയാൻ ഒരു മടി. അവരെ കൊണ്ട് നമുക്ക് ഗുണം ഉണ്ടായിട്ടില്ലേ? ഞാൻ ഒരു ഗുണം പറഞ്ഞു തരട്ടെ. ഇവന്മാരെ കൊണ്ട് നമുക്കുണ്ടായ ഒരു നേട്ടം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുസ്ലിം സമുദായത്തിൽ എത്ര സംഘടനകളുണ്ട്? കൈ എവിടെ കെട്ടണം, മരിച്ചവര് കേൾക്കുവോ, തറാവി 8 ആണോ 10 ആണോ 20 ആണോ, ഇതൊക്കെയായിരുന്നു നമ്മുടെ ചർച്ച. ഇവരെ എല്ലാവരെയും കൂടെ ഒന്ന് ഒരുമിപ്പിക്കാൻ വേണ്ടി ആരൊക്കെ ഇവിടെ കിടന്ന് തലകുത്തി നടന്നു. എത്രയോ പേര് പടച്ചവനെ ഈ സംഘടനകളെയൊക്കെ ഒന്ന് ഒരുമിപ്പിക്കാൻ വേണ്ടി നടന്നിട്ട് ഇന്ന് വരെ നടന്നോ? ഇവന്മാരെ കൊണ്ട് അത് പറ്റിയില്ലേ? ഇന്നിപ്പോ എറണാകുളത്ത് എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു 5 ലക്ഷം പേര് പങ്കെടുത്ത ഒരു വലിയ പരിപാടിയുണ്ട്. അതിനകത്ത് എല്ലാവരും ഉണ്ട്. ആലിക്കുട്ടി ഉസ്താദുണ്ട്, കാന്തപുരം ഉസ്താദുണ്ട്. പടച്ചവനെ എല്ലാ സംഘടനകൾ ആൾക്കാർ ഇതുപോലെ നിരന്നിരിക്കുക. അത് ഇവന്മാരെ കൊണ്ട് പറ്റിയ ഒരു ഉപകാരമല്ലേ? സത്യം പറ, ആണോ അല്ലേ? നിനക്കെന്താ പറയാൻ മടിയണ്ട? അവരെ കൊണ്ട് നമുക്ക് കിട്ടിയ ഒരു ഉപകാരമല്ലേ? അപ്പൊ അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന് ശുക്ർ ചെയ്യ്. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. നമ്മൾ കിയാമത്ത് നാൾ വരെ നോക്കിയാൽ പറ്റാത്ത കാര്യം ഇവന്മാരെ കൊണ്ട് ഒരൊറ്റ നിയമം പാസ്സാക്കിയപ്പോൾ പറ്റി. അപ്പൊ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ അങ്ങനെ ചിന്തിക്ക്. നമ്മളെ ഭയപ്പെടുത്താൻ ഒരാളെ കൊണ്ട് പറ്റൂല. അള്ളാഹുവിനെ മാത്രം ഭയക്ക്. അല്ല നമ്മളെ കൈവിടൂല. പടച്ചോണ്ടെങ്കിൽ പിന്നെ നമ്മുടെ കാൽച്ചുവട്ടി കിടക്കണ ഒരു പിടി മണ്ണുണ്ടല്ലോ, ഇവിടെ നിസ്കരിക്കുന്ന 5 വഖത്ത് നിസ്കരിക്കുന്ന അള്ളാനെ പേടിച്ച് നടക്കുന്ന ഒരുത്തന്റെ ഒരു കണ്ണീന്ന് വീഴുന്ന ഒരു തുള്ളി കണ്ണുനീരുണ്ടല്ലോ, അത് ശാപം തന്നെയാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, അള്ളാനെ ഭയന്ന് ജീവിക്ക്. അവനവന്റെ ഈമാൻ സംരക്ഷിക്കാൻ നോക്ക്. സ്വർഗത്തിൽ പോകാൻ കിട്ടുന്ന അവസരവ പാഴാക്കി കളയരുത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, അൽഹംദുലില്ലാഹ്, പ്രകടനങ്ങൾ നടത്താൻ പറ്റും, പ്രതിഷേധങ്ങൾ നടത്താൻ പറ്റും. പക്ഷെ എൻ്റെ പ്രിയപ്പെട്ട ഈ നാട്ടിലുള്ള പള്ളി കമ്മിറ്റിക്കാരോട്, ഉസ്താദന്മാരോട് എനിക്ക് പറയാനുള്ളത്, ഏറ്റവും വലിയ ആയുധം പ്രകടനമോ പ്രതിഷേധമോ അല്ല. ലോകത്തിലെ ഏറ്റവും വലിയ ആയുധം ആറ്റം ബോംബിനേക്കാൾ, ഏത് വലിയ മിസൈലുകളെക്കാളും പവറുള്ള ഒരു ആയുധം നമ്മുടെ കയ്യിലുണ്ട്. എന്താ അത്? ദുആയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ദുആയെക്കാളും വലിയ ഒരു ആയുധമില്ല. ഊരിപ്പിടിച്ച വാള്, ഒടിഞ്ഞ കുന്തങ്ങള്, ഒട്ടിയ വയറ്. 313 സഹാബത്ത് ബദറിന്റെ രണാങ്കണത്തിലേക്ക് ഇറങ്ങി പോകുമ്പോ ശത്രുക്കളുടെ എണ്ണ അറിയാലോ. പിറ്റേ ദിവസം ഒട്ടകത്തെ ചുട്ട് കള്ളും കുടിച്ച് തിന്നിട്ട് പോയവന്മാരാ. അവന്മാരുടെ മുന്നിലേക്ക് 313 ബദരീങ്ങൾ ഇറങ്ങിപ്പോയപ്പോ അള്ളാഹുവെ പടച്ചവൻ അവരുടെ കയ്യിലുണ്ടായിരുന്ന ആയുധം ദുആയായിരുന്നു, ഈമാനായിരുന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, പ്രചരണങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ നടക്കുന്നതിൻ്റെ നിങ്ങളൊക്കെ അത്യാവശ്യമായി ചെയ്യേണ്ട ഒരു കാര്യം. കേരളം പോലെയല്ല നിങ്ങളുടെ നാട്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ഓരോ മഹല്ലുകളിൽ ഉസ്താദന്മാർ, ഓരോ മഹല്ലുകൾ ഇൻഷാ അല്ലാഹ് എൻ്റെ പ്രിയപ്പെട്ടവര് ദുആ എന്ന് പറയുന്ന ആയുധമാണ് പ്രയോഗിക്കേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാ ദിവസവും ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ തീരുമാനിക്കണം. ഓരോ പള്ളി കമ്മിറ്റിയും ഉസ്താദന്മാരും പറയണം, ഇൻഷാ അല്ലാഹ് ഒരു വ്യാഴാഴ്ച ദിവസം എല്ലാവരും നോമ്പ് പിടിക്കണം. ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട്, സംഘടനകൾ മറന്നുകൊണ്ട് എല്ലാവരും ഒരു ദിവസം നോമ്പ് പിടിച്ചിട്ട് അന്ന് നോമ്പ് തുറക്കാൻ പള്ളിയിൽ കൂടണം. അന്ന് അസർ നമസ്കാരം കഴിഞ്ഞിട്ട് എല്ലാ മഹല്ലുകളിലും ഉസ്താദന്മാരും നാട്ടുകാരും നോമ്പ് പിടിച്ച എല്ലാവരും പള്ളിയിൽ കൂടിയിട്ട് അവിടെ ഇരുന്നുകൊണ്ട് അസ്മാഉൽ ഹുസ്ന പറഞ്ഞിട്ട് ആ നോമ്പ് തുറക്കുന്നതിന് മുമ്പ് ഒരൊറ്റ ദുആ അങ്ങ് എടുക്കണം.
എൻ്റെ പ്രിയപ്പെട്ടവരെ, അവിടെ ഇരുന്നു കൊണ്ട് ആത്മാർത്ഥമായിട്ട് മുസ്ലിം ഉമ്മത്തിന് വേണ്ടി, നമ്മുടെ സമുദായത്തിന് വേണ്ടി, ഈ സമുദായത്തിന്റെ ഇസ്സത്തിന് വേണ്ടി അള്ളാഹുവിന്റെ മുന്നിൽ അത് തടയാൻ ആരെക്കൊണ്ടും പറ്റൂലല്ലോ. അവിടെ ഇരുന്നു കൊണ്ട് ആ ആയുധം പ്രയോഗിക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇൻഷാ അല്ലാഹ് പുറത്ത് നിൽക്കുന്നവരൊക്കെ കയറി അകത്തിരിക്കാൻ പറ്റുമെങ്കിൽ ഇരിക്ക്. ഇനി ഒരു അവസരം കിട്ടണമെന്നില്ല. ഇതുപോലെ ഒരുമിച്ച് കൂടാൻ ഇനിയിപ്പോൾ ജയിലിലാണോ എവിടെയാണെന്നറിയില്ല. എവിടെയാണെങ്കിലും അള്ളാഹു നമുക്ക് സുഖവാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇരിക്കല്ലേ ചങ്ങായിമാരെ? നിങ്ങൾക്ക് എന്തൊരു സന്തോഷമില്ലാത്ത ഇരിക്കല്ലേ? അൽഹംദുലില്ലാഹ്. അള്ളാഹു നമ്മുടെ ഈ സദസ്സ് പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ചങ്ങായിമാരെന്തിനാ ഇപ്പൊ നിക്കണേ? ആ നീളോ എന്നെക്കാലും നീളമുള്ള കാക്കായ നിങ്ങളെങ്കിൽ വാ, എല്ലാരും കയറിയിരിക്കണോ? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പരലോകത്തെക്കുറിച്ച്, മരണത്തിന് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നു. അപ്പൊ ഇവിടെ നിന്ന് പ്രവാചകൻ പറയുന്നുണ്ട്, ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂറെന്ന് പറയുന്ന കാഹളത്തിൽ ആദ്യമായിട്ട് ഊതുമ്പോഴാണ് ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് സൂര്യനും ചന്ദ്രനും നക്ഷത്രവും എല്ലാം ഇങ്ങനെ നമ്മുടെ തലയിലേക്ക് വീഴുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആകാശത്ത് നിന്നും മഴത്തുള്ളികൾ പെയ്യുന്നത് പോലെ അവിടുന്ന് ആകാശത്ത് നിന്ന് തീമഴകൾ ഭൂമിയിലേക്ക് പെയ്തിറങ്ങുന്നു. ഈ ഭൂമിയിലുള്ള സർവ്വചരാചരങ്ങളും തകർന്നു തരിപ്പണമാകുന്നു. അല്ലാഹുവല്ലാതെ ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വചരാചരങ്ങളും നശിക്കുകയാണ് ശവപ്പറമ്പ് പോലെ. അല്ലാഹുവേ, അധികാരമുള്ളവനും പണമുള്ളവനും പണമില്ലാത്തവനും കൊട്ടാരത്തിൽ കഴിയുന്നവനും കുടിലിൽ കിടക്കുന്നവനും ആൾബലമുള്ളവനും സർവരും അല്ലാഹുവേ മണ്ണിനടിയിലേക്ക് പെട്ടുപോകുകയാണ്. ഈ പ്രപഞ്ചം മുഴുവനും തകർന്ന് തരിപ്പണമായി. അല്ലാഹുവല്ലാതെ പിന്നെ ഈ ലോകത്തൊരു മഖ്ലൂഖുമില്ല. അത് കഴിഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്റായിൽ എന്ന് പറയുന്ന മലക്കിന് റൂഹ് കൊടുത്തിട്ട്, അത് കഴിഞ്ഞ് പടച്ചവനെ അതാ ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്കിന് അവിടുന്ന് റൂഹ് കൊടുക്കുകയാണ്. എന്നിട്ട് അല്ലാഹു അവിടുന്ന് പറയുന്നു, ഇസ്രാഫീൽ, പിന്നെയും സൂറെന്ന് പറയുന്ന കാഹളത്തിൽ രണ്ടാമത് മൂതാൻ പറയുമ്പോൾ ആ മലക്കതാ സൂറെന്ന് പറയുന്ന കാഹളത്തിൽ ഊതുമ്പോൾ ഖബറിന്റെ അകത്ത് നിന്ന് ജനങ്ങളെ മുഴുവനും എഴുന്നേറ്റ് വരികയാണ്. മണ്ണിന്റെ അടിയിലേക്ക് പെട്ടുപോയവർ മുഴുവനും പടച്ചവനെ അതാ അവിടെ നിന്ന് എഴുന്നേറ്റ് വരികയാണ്. ഇവിടത്തെ പള്ളിപ്പറമ്പിൽ നിന്ന് എല്ലാവരും അല്ലാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു വരികയാണ്. എന്റെ പ്രിയമുള്ളവരെ, മുത്തുനബി അവിടെ നിന്ന് പറയുന്നുണ്ട്, എങ്ങനെയാണ് ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്നതെന്നറിയുവോ? എല്ലാവരെയും നല്ലതുപോലെ കുളിപ്പിച്ചു, സുഗന്ധങ്ങളെ തേച്ചു, പുതിയ വസ്ത്രത്തിൽ പൊതിഞ്ഞു, പള്ളിയിൽ കൊണ്ടുപോയി മനുഷ്യന്റെ കൂടത്തിലാണ് ഖബറടക്കുന്നത്. എങ്കിലും നാളെ പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് പള്ളിപ്പറമ്പിലെ ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്നത് മനുഷ്യന്റെ കൂടത്തിലല്ല, പല പല വ്യത്യസ്തമായ രൂപങ്ങളിലാണ് കടന്നു വരുന്നത്. പല വ്യത്യസ്തമായ രൂപങ്ങളിൽ അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുന്നു, സ്വഹാബാ, പട്ടിയുടെ കോലത്തില്, പന്നിയുടെ കോലത്തില്, കഴുതയുടെ രൂപത്തില്, പേപ്പട്ടിയെ പോലെ വരുന്നവർ, നടന്നു വരുന്നവർ, ഇഴഞ്ഞു വരുന്നവർ, മുഖത്തു മാംസമില്ലാത്തവർ, കുഷ്ഠരോഗികളെ പോലെ വരുന്നവർ, മുഖത്ത് മലയോളം വലിപ്പമുള്ള വയറ് വലിച്ചു കൊണ്ടുവരുന്നവർ, പിന്താനങ്ങളിൽ കൊടികുത്തി വെച്ചിട്ട് വരുന്നവർ, ഇതുപോലെ 41 വിഭാഗത്തിലെ ജനങ്ങളെ ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരികയാ. എല്ലാവരും നഗ്നരാണ്. പ്രസവിച്ചിട്ടതുപോലെ ആണും പെണ്ണും വസ്ത്രം ധരിച്ചിട്ടില്ല, ഒരാൾക്കും വസ്ത്രമില്ല. എല്ലാവരും പേടിച്ച് വിറച്ചുകൊണ്ട് തലതാറ്റി പിടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ കോടതിയിലേക്ക് ജനങ്ങളെ മുഴുവനും കിടന്നു വരികയാണ്. എന്റെ പ്രിയമുള്ളവരെ, ചെമ്പിന്റെ തറയാണല്ലോ, ചെമ്പിന്റെ തറയിലാണ് ജനങ്ങളെ മുഴുവനും നിൽക്കുന്നത്. 15 ലക്ഷത്തോളം വരുന്ന കിലോമീറ്ററുകളിൽ മുകളിൽ നിൽക്കുന്ന പടച്ചറപ്പിന്റെ സൂര്യനുണ്ടല്ലോ, ആ സൂര്യൻ അന്നത്തെ ദിവസം നമ്മുടെ തലയുടെ മുകളിലോ ഒരു ചാണ് മുകളിൽ ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ തലയുടെ മുകളിൽ നിൽക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, ചൂട് സഹിക്കാൻ കഴിയാതെ നമ്മുടെ തലച്ചോറുണ്ടല്ലോ, നമ്മുടെ തലച്ചോറുണ്ടല്ലോ, ചൂട് സഹിക്കാൻ കഴിയാതെ നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് വെച്ച് തിളയ്ക്കുകയാ. മഹാനായ തലവ ഉസ്താദ് വിശദീകരിക്കുന്നുണ്ട്, ചൂടുള്ള
നാളുണ്ട് ഖിയാമം നാളാ ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാ ചൂള വണ്ടോശ വണ്ടിയോ മായി വരുന്നേ കാള ക്ഷീണത്തിനാൽ ഒലിക്കുന്നതാണേ ഇള സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണേ മോള അമലൊന്നുമില്ല തങ്ങു ചെന്നാൽ കോള തലച്ചോറ് തിളയ്ക്കുകയാണ് എന്നിട്ടിങ്ങനെ മുഖത്തുകൂടെ ഒലിച്ചിറങ്ങുകയാണ് പടച്ചവനെ ഭയാനകമായ ദിവസം അല്ലാഹുവേ ജനങ്ങൾ ഇങ്ങനെ വിയർപ്പിന്റെ അകത്ത് മുങ്ങുകയാണ് ആ ഭയാനകമായ ദിവസത്തില് യൗമ യഫിറുൽ മർഉ മിൻ വഉമ്മിഹി വഅബീഹി വസ്വാഹിബതിഹി വബനീഹി പരിശുദ്ധമായ ഖുർആൻ ഇവിടെന്ന് പറയുകയാണ് പടച്ചവനെ മാതാപിതാക്കളോ കൂടപ്പുറപ്പോ ഭാര്യയോ മക്കളോ മനുഷ്യനും തിരിഞ്ഞു നോക്കാത്ത പടച്ചറപ്പിന്റെ പരലോകമുണ്ടല്ലോ ആ കോടതിയിൽ അല്ലാഹുവേ ആദം നബിയുണ്ടല്ലോ ആദം നബി മുതൽ അഷ്റഫുൽ ഖൽഖായ തങ്ങളെ വരെയുള്ള 1,24,000 പരം വരുന്ന പ്രവാചകന്മാര് അംബിയാ മുർസലീങ്ങള് അവരുടെ സമുദായങ്ങള് എല്ലാവരും നാളെ പടച്ചറപ്പിന്റെ കോടതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോ സഹാബാ അതാ മലക്കുകൾ ഒരു സിംഹാസനം കൊണ്ടുവരികയാണ് എല്ലാവരും അല്ലാഹുവിന്റെ കോടതിയിൽ ആദം നബിയും നൂഹ് നബിയും ഇബ്രാഹിം നബിയും മൂസാ നബിയും ദാവൂദ് നബിയും യാക്കൂബ് നബിയും യൂനുസ് നബിയും യൂസുഫ് നബിയും ഹാറൂൻ നബിയും യഹ്യാ നബിയും ദാവൂദ് നബിയും മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വരെയുള്ള സർവ്വ പ്രവാചകന്മാരും അവരുടെ സമുദായങ്ങളും മുഴുവനും നാളെ പടച്ചറപ്പിന്റെ കോടതിയിൽ നിൽക്കുമ്പോ അല്ലാഹുവിന്റെ മലക്കുകളതാ അവിടെ നിന്നൊരു സിംഹാസനം കൊണ്ടുവരികയാണ് മനോഹരമായ ഒരു സിംഹാസനം കണ്ടാ കൊതി തോന്നുന്ന കണ്ടാ അത്ഭുതം തോന്നുന്ന മനോഹരമായ ഒരു സിംഹാസനം ഇങ്ങനെ കൊണ്ടുവരികയാണ് എല്ലാവരും അതിലേക്ക് നോക്കുകയാണ് ആർക്കുള്ളതാ പടച്ചവനെ ആ സിംഹാസനം ആർക്കുള്ളതാണ് പ്രവാചകന്മാർക്കുള്ളതാണോ അല്ലാഹുവിന്റെ പ്രവാചകനോട് സഹാബത്ത് ചോദിക്കുന്നു നബിയേ യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ പ്രവാചകരേ ആ സിംഹാസനം ആർക്കുള്ളതാ നബിയേ പ്രവാചകന്മാർക്കുള്ളതാണോ മുത്തുനബി പറഞ്ഞു അല്ല സഹാബാ സുഹദാക്കൾക്കുള്ളതാണോ അല്ല സ്വഹാബാ പിന്നെ ആർക്കുള്ളതാ നബിയേ ആ മനോഹരമായ സിംഹാസനമുണ്ടല്ലോ മനോഹരമായ സിംഹാസനമുണ്ടല്ലോ അതാർക്കുള്ളതാ നബിയേ അതിന്റെ അവകാശികൾ ആരാ നബിയേ നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് അതാ ഒരു സ്വർണത്തിന്റെ മനോഹരമായ സിംഹാസനമുണ്ടല്ലോ അത് നാളെ പടച്ചറപ്പിന്റെ കോടതിയിലേക്ക് കൊണ്ടുവരികയാണ് അതിലെല്ലാവരും ഇരിക്കാൻ ആഗ്രഹിക്കുന്നു അതിലെല്ലാവരും ഇരിക്കാൻ ആഗ്രഹിക്കുന്നു അതിനകത്തിരിക്കുന്ന മനുഷ്യനാരെന്നറിയുമോ ആ സിംഹാസനത്തിന്റെ അവകാശിയാരെന്നറിയുമോ അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് പറയുന്നു സ്വഹാബാ അൽ മുതഹാബൂന ഫില്ലാഹ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു നാളെ എല്ലാവരും അല്ലാഹുവിന്റെ കോടതിയിൽ ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുന്നു ആദം നബി മുതൽ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള സർവ്വ പ്രവാചകന്മാരും അവരുടെ അനുയായികളും എല്ലാവരും അല്ലാഹുവിന്റെ കോടതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു സിംഹാസനം കൊണ്ടുവന്നിടുകയാണ് മനോഹരമായ സിംഹാസനം അത് കാണുമ്പോൾ എല്ലാവർക്കും അതിലൊന്നിരിക്കാൻ അത് അല്ലാഹുവേ എനിക്കൊന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് എല്ലാവരും ആഗ്രഹിച്ചു പോകുന്നു മുത്തുനബി
നബിയോട് സഹാബത്ത് ചോദിച്ചു, നബിയെ, അത് പ്രവാചകന്മാരുടെ ഇരിപ്പിടമാണോ? അല്ല, അത് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പോരാടിയ ബദറിലും ഉഹദിലും ഹന്തക്കിലും ഖൈബറിലും തബൂക്കിലും യർമൂക്കിലും അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പോരാടി വീരമൃത്യം വരിച്ച ശുഹദാക്കൾക്കുള്ളതാണോ? മുത്തുനബി പറഞ്ഞു, അല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ആ സിംഹാസനം ആർക്കുള്ളതാണെന്നറിയുമോ? അള്ളാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിച്ച രണ്ട് കൂട്ടുകാർക്ക് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറ, നബി മുഹമ്മദ് മുസ്തഫ. ആ സിംഹാസനം ആർക്കുള്ളതാ? അള്ളാഹുവിന് വേണ്ടി സ്നേഹിച്ച രണ്ട് കൂട്ടുകാർക്കുള്ളതാ. അള്ളാഹു ആ സിംഹാസനം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്രയും ദൂരം സഞ്ചരിച്ച് തിരുവനന്തപുരത്ത് നിന്ന് മംഗലാപുരത്ത് ഉടുപ്പിയുടെ ഈ നാട്ടിലേക്ക് ഞാൻ കടന്നു വന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സിംഹാസനത്തിൽ ഒരിടം എനിക്ക് കിട്ടുന്നതിന് വേണ്ടിയാ. അള്ളാഹുവിന് വേണ്ടി സ്നേഹിച്ച കൂട്ടുകാരിൽ അള്ളാഹു നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അങ്ങനെയുള്ള കൂട്ടുകാരിൽ നമ്മളെ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 2020 നമ്മളിലേക്ക് കടന്നു വന്നു. ആ 2020 ഒന്നാമത്തെ രാത്രിയിലാണ് ഞാൻ നിങ്ങളും ഒരുമിച്ച് കൂടിയത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സർവ്വ പോരായ്മകളും അള്ളാഹു അവൻ്റെ കരുണ കൊണ്ട് അള്ളാഹു പുറത്തു മാപ്പാക്കി തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പം ഞാൻ നിങ്ങളുടെ നാളെ അള്ളാഹുവിൻ്റെ മുന്നിൽ രക്ഷപ്പെടുന്ന ഒരു കൂട്ടുകാരനാകാൻ വന്നതാണ്. അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് ഈ കൂട്ടുകാരൻ നിങ്ങളോട് ഒരു നന്മ പറഞ്ഞു തരികയാ. ഇന്നത്തെ രാത്രി വരെ 2020 ജനുവരി മാസം 1-ാം തീയതി ഇശാ നമസ്കാരം കഴിഞ്ഞു. രാത്രി 10:13 ഈ സമയം വരെ നിന്റെ ജീവിതത്തിൽ ചെയ്ത സർവ്വ പാപങ്ങൾ, കള്ളുകുടിച്ചോ, വ്യഭിചരിച്ചോ, പലിശ തിന്നോ, കഞ്ചാവടിച്ചോ, മയക്കുമരുന്നടിച്ചോ, നീ എന്തു പാപം ചെയ്തവനാകട്ടെ, ഇന്നത്തെ രാത്രി വരെ നിന്റെ ജീവിതത്തിൽ 20, 25, 30, 35, 40, 45, 50, 55 വയസ്സ് വരെ പ്രായമുള്ളവർ ഈ സദസ്സിലുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നത്തെ ഈ നിമിഷം വരെ ചെയ്തു പോയ സർവ്വ പാപങ്ങളും കഴുകിക്കളയാൻ ആഗ്രഹമുള്ള എല്ലാവരും